മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ട് തന്നെയാ കിടന്നത്. ഇല്ല, മോള് ശരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. വരൂ, നല്ലോണം പ്രാർത്ഥിച്ചിട്ടേ കിടന്നോളൂ. അമ്മേ, എന്തിനെന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പരീക്ഷിക്കുന്നത്? നന്ദനെ പോലെ ഏതോ ഒരു ദുർമന്ത്രവാദി എന്നെ കുഴപ്പിക്കുന്നതല്ലേ? എനിക്ക് ഒന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. കാളിയാർ മഠത്തിലെ അമ്മയ്ക്ക് ഒരാപത്തും വരുത്തരുതേ അമ്മേ, കാത്തോളണേ എന്റെ ചോറ്റാനിക്കരെ അമ്മേ. മോളെ, 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 മോളെ. മോളെ, എന്താ അമ്മ? അമ്മയ്ക്ക് തീരെ വയ്യ. വയ്യേ? എന്തു പറ്റി? എന്താന്നറിയില്ല, വല്ലാതെ നെഞ്ചു വേദനിക്കുന്നു. നെഞ്ചു തന്നെയോ? അത് ഗ്യാസിന്റെ ആയിരിക്കും അമ്മ. പോയി കുറച്ചു നേരം കിടക്ക്, അപ്പൊ മാറിക്കോളൂ. ഇല്ല മോളെ, ഇതങ്ങനൊന്നും മാറുമെന്ന് തോന്നില്ല. ആകെ എന്തോ പിടിച്ചു കയറുന്ന പോലെ, ഒരു തളർച്ച പോലെ. ഒന്ന് ഉറങ്ങിയെല്ലാം ശരിയൊന്ന് പറഞ്ഞില്ലേ? ഇല്ല മോളെ, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകാം. ഒന്ന് വെറുതെ ഇരിക്കാം അമ്മ. ഈ നേരത്ത് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ കാര്യം? അമ്മ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. കുറച്ച് തണുത്ത വെള്ളം കുടിക്കുക, എന്നിട്ട് സുഖമായിട്ട് കുറച്ചു നേരം പോയി കിടന്ന് ഉറങ്ങ്. ഈ വേദന മാറിക്കോളൂ. മോളെ, ഒന്ന് എഴുന്നേക്ക് മോളെ. ഇതുവരെ ചായ കൊണ്ടുവച്ചില്ലേ?
അമ്മേ, അമ്മ ഇതുവരെ ചായ തന്നില്ലല്ലോ. ഓ, ആ ഗ്യാസ് ട്രബിൾ മാറിയില്ലേ? മാറിയിരുന്നെങ്കിൽ രാത്രിക്ക് രാത്രി തന്നെ ഓട്ടോ വിളിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ലായിരുന്നല്ലോ. അമ്മ അതിന്റെ ഇടയ്ക്ക് ഹോസ്പിറ്റലിലും പോയോ? എന്നെ വിളിക്കായിരുന്നില്ലേ? വിളിക്കാഞ്ഞിട്ടല്ല, നീ എഴുന്നേറ്റില്ലല്ലോ. എന്താന്നറിയില്ല, ഇന്നലെ വല്ലാത്ത ക്ഷീണം. ഗ്യാസ് ട്രബിൾ ആയിരുന്നില്ല നിന്റെ അമ്മയ്ക്ക്. പിന്നെ 2 ദിവസം അവിടെ കിടക്കാൻ പറഞ്ഞതാ ഡോക്ടർ. കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. എന്നെ ഒന്ന് ഫോൺ ചെയ്യായിരുന്നില്ല അമ്മയ്ക്ക്? നീ നല്ല ഉറക്കമായിരുന്നല്ലോ. എന്തായാലും എല്ലാം ശരിയായല്ലോ. നെഞ്ചുവേദനയ്ക്ക് കാരണം മറ്റൊന്നുമല്ല, തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷയായി ഇതെല്ലാം. തെറ്റോ? അമ്മ അതിനെന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്? തെറ്റു മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ നമ്മൾ. ആരോട്? ഭാഗ്യലക്ഷ്മിയോട്. അവളോട് കാണിച്ച ദ്രോഹത്തിന്റെ ഫലമാ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ അനുഭവിച്ചത്. അതെന്താ? അവളാണോ അമ്മയുടെ നെഞ്ചിടിച്ച് കലക്കിയത്? കളിയാക്കരുത് മോളെ. ഭാഗ്യദേവതയെ പോലെ വന്ന ഭാഗ്യലക്ഷ്മിയെ ചവിട്ടി അരച്ചതാ ഞാനും നീയൊക്കെ ചെയ്തു പോയ ഏറ്റവും വലിയ തെറ്റ്. ഇതാ ഇപ്പൊ നന്നായത്. ഒറ്റ രാത്രിയിലെ നെഞ്ചുവേദന കൊണ്ട് പരമേശ്വരി അമ്മ ആളാകെ മാറിപ്പോയി. ഒറ്റ രാത്രിയല്ല, ഒരുപാട് ദിവസമായി ഞാൻ ആലോചിക്കുന്നു. ഭാഗ്യലക്ഷ്മിയോട് ചെയ്തു പോയ കുറ്റങ്ങൾ മനസ്സിൽ കിടന്ന് ശ്വാസം മുട്ടിക്കാൻ തുടങ്ങിയിട്ട് കുറേയായി. നെഞ്ചുവേദനയുടെ രൂപത്തിൽ പുറത്തേക്ക് വന്നത് അവളോടുള്ള കുറ്റബോധവാ. അമ്മയ്ക്ക് അവളോട് കുറ്റബോധമായിരിക്കും, എന്നാൽ എനിക്ക് പകയാ. വേണ്ട മോളെ, ഭാഗ്യലക്ഷ്മിയോടുള്ള വൈരാഗ്യം അത് വേണ്ട. ഇന്നത്തോടെ നമുക്കത് അവസാനിപ്പിക്കാം. എനിക്ക് മനസ്സില്ല. പാടില്ല മോളെ. നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ഒരു കുട്ടിയല്ല ഭാഗ്യലക്ഷ്മി. അമ്മ വിചാരിക്കുന്ന പോലെ ഒരു കുട്ടിയല്ലെന്ന് പറ. അവൾ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ഭർത്താവിന്റെ സമ്പാദ്യം മുഴുവൻ അയാളെ കൊണ്ട് സമർത്ഥമായി എഴുതി വാങ്ങിച്ചവളാ അവള്. അങ്ങനെയൊന്നും പറയരുത് മോളെ. പറയുന്നതിനാണോ കുഴപ്പം? എല്ലാം അമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. അവളെ തകർക്കാൻ വേണ്ടി അമ്മ തന്നെയല്ലേ എപ്പോഴും എന്റെ കൂടെ നിന്നിട്ടുള്ളത്. എല്ലാം ശരിയാണ്. ഇനി അമ്മ അങ്ങനൊരു തെറ്റ് ചെയ്യാൻ നിനക്ക് കൂട്ടു നിൽക്കില്ല. ഓ, അപ്പോ നീ വേണമെങ്കിൽ ചെയ്തോളാം. എന്നെങ്കിലും ഒരിക്കൽ നിനക്കത് മനസ്സിലാവും ഭാഗ്യലക്ഷ്മി ആരാണെന്ന്. എനിക്ക് കൂടുതലൊന്നും മനസ്സിലാക്കണമെന്നില്ല. എന്തായാലും നിന്റെ ഒരു തോന്നിവാസത്തിനും ഇനി അമ്മ കൂട്ടു നിൽക്കില്ല. ഭാഗ്യലക്ഷ്മിയോടുള്ള പക തുടരണമെന്നാണ് നിന്റെ ആഗ്രഹമെങ്കിൽ അത് നീ ഒറ്റയ്ക്ക് നടത്തേണ്ടി വരും. അമ്മയ്ക്ക് അവള് കൈവശം തന്നോ? ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു മനസ്സുമാറ്റം സംഭവിക്കാൻ? ഞാൻ സത്യം അറിയാൻ വൈകി, അത്രേ സംഭവിച്ചിട്ടുള്ളൂ. സത്യം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഞാനില്ല. ഇനി ഒരിക്കലും ഭാഗ്യലക്ഷ്മി ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞ് എന്റെ തലയിൽ തൊട്ട് റാഹേൽ അമ്മയുടെ മുന്നിൽ വെച്ച് സത്യം ചെയ്തതുകൊണ്ടാണോ അമ്മയ്ക്ക് ഇങ്ങനൊക്കെ ചിന്തിക്കാൻ തോന്നുന്നത്? സത്യം തെറ്റിച്ച എന്റെ തല പൊട്ടിത്തെറിച്ചു പോവെന്ന് പേടിച്ചു പോയ അമ്മ. റാഹേലമ്മ ഒരു നിമിത്തം മാത്രമായിരുന്നു. എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാ അമ്മയ്ക്ക് മനമാറ്റം. പക്ഷേ ശിവകാമി ആ സത്യം പാലിക്കില്ല. എന്റെ അമ്മയുടെ തല പൊട്ടിത്തെറിച്ചു പോയാലും വേണ്ടില്ല. ഈ ജന്മം മുഴുവൻ ഭാഗ്യലക്ഷ്മിയോടുള്ള പക ഞാൻ തുടരും. അവളോട് മാത്രമല്ല, ആ റാഹേൽ അമ്മയോടും. എന്നെ അടിച്ചാടി അത് ശിവകാമി തിരിച്ചടിച്ചിരിക്കും. പക്ഷേ ഇതെങ്ങനെ? അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ വഴിയില്ലല്ലോ. പിന്നെങ്ങനെ എങ്ങനെ ഇത് സംഭവിച്ചു? അത് തന്നെയാ എന്റെയും സംശയം. റാഹേൽ അമ്മയുടെ മരണാനന്തര ചടങ്ങുകളിൽ ഞാനും പങ്കെടുത്തതല്ലേ. അതൊന്നും പറഞ്ഞാൽ ഇച്ചായന് വിശ്വാസം വരത്തില്ല. എന്തൊക്കെയോ ചതി നടക്കുന്നുണ്ട് കൊച്ചൗസേപ്പേ. അല്ലാതെ മരിച്ചു മണ്ണടിഞ്ഞു പോയ ഒരാൾ എങ്ങനെയാ തിരിച്ചു വരുന്നത്? ഇനി അന്ന് മരിച്ചത് റാഹേൽ അമ്മ തന്നെയല്ലേ? എന്റെ കൺമുമ്പിൽ കിടന്ന് മരിച്ച എന്റെ അമ്മച്ചിയെ കുറിച്ചാണ് നീ പറയുന്നത്.
പക്ഷേ എന്തായാലും ഇച്ചായന്റെ മുമ്പിൽ എനിക്കിത് തെളിയിച്ചേ പറ്റൂ. അമ്മച്ചി മരിച്ചുപോയെന്ന സത്യം ഇച്ചായനെ ബോധ്യപ്പെടുത്തണം. അത് അദ്ദേഹം സമ്മതിച്ചു തരുമോ? റാഹേലമ്മ അവരുടെ കൺമുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആരെങ്കിലും സമ്മതിച്ചു തരുമോ? എല്ലാം തൊലച്ചത് അവളാ, എന്റെ കെട്ടിയോളൂ. അവള് വാശി പിടിച്ചതുകൊണ്ടാ. അല്ലെങ്കിൽ മരിച്ച അന്ന് തന്നെ ആ വിവരം ഞാൻ ഇച്ചായനെ അറിയിച്ചെന്നെ. എന്നാ പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു. എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് റാഹേലമ്മയെ അന്വേഷിച്ച അന്ന് ഞാൻ മനസ്സിലാക്കിയതാ. അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞതും അതുകൊണ്ടാ. എല്ലാ ദുരൂഹതകളും ഇല്ലാതാക്കണം. അതിന് കൊച്ചൗസേപ്പ് എന്നെ സഹായിക്കും. ഞാനോ? ഞാൻ എങ്ങനെ സഹായിക്കാനാ? നീ എൻ്റെ കൂടി ഇച്ചായൻ്റെ വീട്ടിൽ വരണം. എന്നിട്ട് അമ്മച്ചി മരിച്ചതാണെന്ന സത്യം ഇച്ചായനെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ നീ കണ്ടതൊന്നും വിശ്വസിക്കുന്നില്ല? നീ ഇപ്പോഴും പറയുന്നത് നമ്മുടെ അമ്മച്ചി മരിച്ചു പോയെന്ന് തന്നെ? ഞാൻ മാത്രമല്ല, അമ്മച്ചിയുടെ അടക്കം ഉൾപ്പെടെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുത്തിട്ടുള്ള ആളാ ഈ കൊച്ചൗസേപ്പ്. ഇദ്ദേഹം പറഞ്ഞത് ശരിയാ. എന്നെ ഇച്ചായം വിശ്വസിക്കണ്ട, ഇവൻ പറയുന്ന വിശ്വസിച്ചൂടെ? ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. റാഹേലമ്മയുടെ ഓഫീസിനടക്കം ഞാൻ പങ്കെടുത്തിട്ടുള്ളതാ. കാശിന് വേണ്ടി എന്ത് നാറിയ പണി നീ ചെയ്യുമെന്ന് എനിക്കറിയാം. കാശ് കിട്ടുമെന്ന് തോന്നിയാൽ നീ എന്നെ വേണമെങ്കിലും കൊല്ലും. പക്ഷേ ഇത് കുറച്ച് കടന്ന കൈയായി പോയി ജോണിക്കുട്ടി. ഇച്ചായൻ എന്താ കാര്യം പറഞ്ഞാ മനസ്സിലാകത്തത്? അമ്മച്ചിയെ നിങ്ങളും ജീവനോടെ കണ്ടതല്ലേ, എന്നിട്ടെന്താ അതങ്ങ് വിശ്വസിച്ചാല്? എനിക്ക് മനസ്സില്ല. അത് തന്നെ, അമ്മച്ചിയുടെ മരണസമയത്ത് വായിൽ വെള്ളം ഇറ്റിച്ചു കൊടുത്തവനാ ഞാൻ. ഞാൻ പറയുന്നത് വിശ്വസിക്കാതെ ആരെയോ കാണിച്ചു വന്നിട്ട് ഇത് എന്റെ അമ്മച്ചിയാന്ന് പറഞ്ഞാ എനിക്ക് വിശ്വസിക്കാൻ മനസ്സില്ല. നീ വിശ്വസിക്കണ്ട, നിന്റെ ഉള്ളിലിരിപ്പ് എനിക്ക് മനസ്സിലായി. എനിക്ക് എന്തോന്ന് ഉള്ളിലിരിപ്പ്? ജീവിച്ചിരിക്കുന്ന അമ്മച്ചി മരിച്ചുപോയി എന്ന് കെട്ടിച്ചമച്ച് അമ്മച്ചി എന്റെ പേരിൽ എഴുതി വെച്ചേക്കുന്ന 2 ലക്ഷം രൂപ നിനക്ക് സ്വന്തമാക്കണം. അതിന് കൂട്ടിനൊരാളെയും കൊണ്ടുവന്നിരിക്കുക. ഏയ്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് ശരിയായ ധാരണകളേ ഉള്ളൂ. നിയമത്തിനെ കബളിപ്പിച്ച് ഒരാളിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് കാശടിച്ച് മാറ്റാൻ ശ്രമിച്ചാലുള്ള ശിക്ഷ എന്താണെന്ന് അറിയോ നിനക്ക്? എന്റെ ജോണിക്കുട്ടി, ഇത്രയും വേണ്ടിയിരുന്നില്ല. ഒന്നുമല്ലേലും നിന്റെ സ്വന്തം അമ്മച്ചിയല്ലേ. അമ്മച്ചി ഒന്ന് മരിച്ചോട്ടെ, എന്നിട്ട് എന്തുവേണോ ആയിക്കോ നീ. ഇത് ഞാൻ തെളിയിക്കും. നമ്മുടെ അമ്മച്ചി റാഹേലമ്മ മരിച്ചുപോയെന്ന സത്യം ഞാൻ തെളിയിച്ചിരിക്കും. എങ്കിൽ നീ തെളിയിക്കടാ. വേണമെങ്കിൽ ഇതുപോലെ കൂലിക്ക് കിട്ടുന്ന കൂട്ടുകാരെ കൂടെ കൂട്ടിന് വിളിച്ചോ. വേണ്ട ദിനം പറഞ്ഞാലുണ്ടല്ലോ, ഇച്ചായനാണെന്നൊന്നും ഞാൻ നോക്കില്ല. എന്നാ നീ എന്നെ തല്ലടാ, തല്ല്. എന്താ ഈ കാണിക്കുന്നത്? നിങ്ങൾക്കിത് എന്താ പറ്റിയേ? അവനെന്നെ തല്ലണം പോലും. ഏയ്, നിങ്ങൾ വെറുതെ കുഴപ്പത്തിനൊന്നും നിൽക്കരുത്. റാഹേലമ്മ ജീവിച്ചിരിപ്പില്ല എന്ന് തെളിയിക്കണം, അത്രയല്ലേ വേണ്ടൂ. 6 അടി നീളമുള്ളൊരു ശവപ്പെട്ടിയിൽ പള്ളിപ്പറമ്പിൽ അടക്കം ചെയ്തിട്ടുണ്ട് നമ്മുടെ അമ്മച്ചിയെ. വേണ്ടി വന്നാൽ അത് ഞാൻ കുത്തി മാന്തിക്കൊണ്ടുവരും, ഈ സത്യം തെളിയിക്കാൻ വേണ്ടി. എങ്കിൽ പോയി കുത്തി മാന്തിക്കൊണ്ട് വാടാ. ഏത് പള്ളിപ്പറമ്പിലാണോ നമ്മുടെ അമ്മച്ചി അടക്കം ചെയ്തിരിക്കുന്നത്, പോയി കുത്തി മാന്തിക്കൊണ്ടുവാ. ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും കേൾക്കും. കേൾക്കട്ടെ. ജീവനോടെ ഇരിക്കുന്ന അമ്മച്ചിയെ പള്ളിപ്പറമ്പിൽ അടക്കം ചെയ്തു എന്ന്. എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ ഞാനിത് തെളിയിച്ചിരിക്കും. നീ തെളിയിച്ചോ? പക്ഷെ ഈ ഒരു കാര്യം പറഞ്ഞ് മേലാൽ ഈ വീട്ടുമുറ്റത്ത് നീ കയറി പോകരുത്. എനിക്ക് എന്റെ കാശ് കിട്ടണം. ചത്തുപോയ അമ്മച്ചിയെ നോക്കിയതും ശവപ്പെട്ടി വാങ്ങിച്ചതും നാട്ടുകാരെ സദ്യ കൂട്ടിയതും മറ്റുള്ളവരുടെ കാശുകൊണ്ടൊന്നുമല്ല. ഞാനും എന്റെ കെട്ടിയോളും മക്കളും തിന്നേണ്ട കാശാ. അത് കിട്ടാതെ ഞാൻ പോവില്ല. ജീവൻ പോയപ്പോഴല്ലേ അറിയുന്നത് തള്ളയുടെ കാശ് മുഴുവൻ ഇച്ചായന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നു. വീടില്ല ഞാൻ. ഇറങ്ങിപ്പോടാ. ഞാൻ പോവാ, പക്ഷെ തിരിച്ചു വരില്ലെന്ന് ആരും കരുതണ്ട. അമ്മച്ചിയുടെ പേരിലുള്ള കാശ് അങ്ങനെ ആരും സ്വന്തമാക്കാന്ന് കരുതണ്ട. നിന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്. വാടോ. എന്തായാലും കുറച്ച് കാശിന് വേണ്ടി ജീവനോടിരിക്കുന്ന അമ്മച്ചി മരിച്ചുപോയെന്ന് പറയാൻ അവൻ തയ്യാറായല്ലോ. എന്തൊരു മനസ്സാ അവൻ്റേത്. കൊച്ചാപ്പൻ എന്താ പറ്റിയത്? വല്യമ്മച്ചി ജീവനോടിരിക്കുമ്പോൾ എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു? വല്യമ്മച്ചി ജീവിച്ചിരിപ്പുണ്ടെന്നത് വെറും തോന്നലാണ്. വല്യമ്മച്ചി ഇല്ല, മരിച്ചുപോയി. നീ എന്നെ വിശ്വസിക്കണം. എൻ്റെ അടുത്തായിരുന്നല്ലോ വല്യമ്മച്ചി കുറച്ചു കാലം കഴിഞ്ഞത്. എനിക്കറിയാം വല്യമ്മച്ചി ഇന്ന് ജീവിച്ചിരിപ്പില്ല. നിന്റെ കൂടെ താമസിക്കുന്നത് വേറെ ആരോ ആണ്. വേറെ ആര്? കൊച്ചാപ്പൻ പറയുന്ന പോലെ അത് വേറെ ആരെങ്കിലും ആണെങ്കിൽ അവർക്ക് എങ്ങനെ കൊച്ചാപ്പനെ അറിയാം? എൻ്റെ അപ്പച്ചനെ അമ്മച്ചിയെ അറിയാം. അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് കാശ് കിട്ടണമെങ്കിൽ ഞാൻ പറയാം. എവിടെയാ ഒപ്പിട്ട് തരേണ്ടതെന്ന് വെച്ചാൽ അപ്പച്ചൻ ഒപ്പുവെച്ച് തരും. ഞങ്ങൾ തമ്മിലുള്ള പണക്കമൊന്നും നോക്കണ്ട. കാശിന് വേണ്ടി ജീവിച്ചിരിക്കുന്ന വല്യമ്മച്ചയെ വെറുതെ മരിച്ചു എന്നൊന്നും പറഞ്ഞു പരത്തണ്ട. നീയും നിന്റെ അപ്പച്ചനെ പോലെ സംസാരിക്കരുത്.
അമ്മച്ചി മരിച്ചത് നേരിട്ട് കണ്ടവനാ ഞാൻ മാത്രമല്ല, ഇവനെ പോലെ പലരും നേരിട്ട് ശരിയാ, കണ്ടതാ. ഞാനും ശവകടക്കിൽ പങ്കെടുത്തതാ. മരിച്ചു കിടക്കുന്ന നിന്റെ വല്യമ്മച്ചിയെ നേരിട്ട് കണ്ടവർ ഇനിയുമുണ്ട്. ഞാൻ പറഞ്ഞാൽ നിങ്ങളൊന്നും വിശ്വസിക്കില്ല എന്ന് കരുതി തന്നെയാ കൊച്ചൗസേപ്പിനെ കൂടെ കൂട്ടിയത്. കൊച്ചാപ്പ പറയുന്ന പോലെ വല്യമ്മച്ച് ജീവിച്ചിരിപ്പില്ലെങ്കിൽ പിന്നെ എന്റെ കൂടെ താമസിക്കുന്ന ആരാ? പ്രേതം. കൊച്ചാപ്പ അല്ലാതെ പിന്നെ ഇതിനൊക്കെ എന്താ പറയുക? അത് പ്രേതമാ സൈമ. എത്രയും വേഗം ആ പിശാചിനെ നിന്റെ വീട്ടിൽ നിന്ന് ഒഴിപ്പിച്ചില്ലെങ്കിൽ നാശം നിനക്ക് തന്നെയായിരിക്കും. അപ്പോൾ എൻ്റെ അപ്പച്ചൻ കൊച്ചാപ്പനോട് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. കൊച്ചാപ്പന് കാര്യമായിട്ട് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. കൂട്ടുകാരനെ ഉടനെ തന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. ഓ, അപ്പൊ നീയും പറയുന്നത് എനിക്ക് ഭ്രാന്താണെന്നാ? ഇങ്ങനെ പോയാൽ താമസിയാതെ അത് വരും. ഇതിപ്പോ റാഹിലമ്മയെ കൊണ്ടുപോയ കർത്താവ് നേരിട്ടു എന്ന് പറഞ്ഞാലും ഇവരാരും വിശ്വസിക്കില്ലല്ലോ. ഒരു വഴിയുണ്ട് കൊച്ചൗസേപ്പേ. എന്തു വഴിയാ? കർത്താവല്ല, കർത്താവിലേക്കുള്ള വഴി നമുക്കെല്ലാം പറഞ്ഞു തരുന്ന വികാരിയച്ഛൻ തന്നെ വന്ന് പറയട്ടെ. അമ്മച്ചിയുടെ മരണാനന്തര ചടങ്ങ് നടത്തിയ നമ്മുടെ ഇടവകയിലെ വികാരി ജോസഫ് അച്ഛൻ തന്നെ ഒന്ന് പറയട്ടെ. അപ്പം മനസ്സിലാവുമല്ലോ ആര് പറയുന്നത് ആ സത്യമെന്ന്. അതെ, കുറച്ച് ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല, അച്ഛനോട് വരാൻ പറയാം. വേണമെങ്കിൽ നമുക്ക് പോയി കൂട്ടിക്കൊണ്ടുവരാം. അമ്മച്ചിയുടെ അന്ത്യകർമ്മങ്ങൾ നടത്തിയ പള്ളിയിൽ അച്ഛമെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നാ ഇനിയിപ്പോ സമയം കളയണ്ട, ഇപ്പൊ തന്നെ വികാരി വിളിക്കും. ഹലോ, ഞാൻ കൊച്ചുളപ്പി ജോണിക്കുട്ടിയാ. അച്ഛനില്ലയോ അവിടെ? എപ്പോ? ഇന്നലെയോ? ഇനിയെപ്പോ വരുമെന്നോ മറ്റോ? ശരി. എന്താ ജോണിക്കുട്ടി, ഫാദർ അവിടെ ഇല്ലേ? ഇല്ല, ഫാദർ റോമിൽ പോയിരിക്കാത്രേ. ഇനി 6 മാസം കഴിഞ്ഞേ വരത്തുള്ളൂ. ഇനി എന്തു ചെയ്യും? താൻ നിരാശപ്പെടാതെ. എങ്ങനെ നിരാശപ്പെടാതിരിക്കും? എന്റെ മനസ്സിലൊരു ആശയം തോന്നുന്നുണ്ട്. എന്താ? പറയാം. കുളി കഴിഞ്ഞു വരുന്ന ചെമ്മരിയാടുകളെപ്പോലെ ഒന്നൊഴിയാത്ത നിരയൊത്തതാണ് നിന്റെ പല്ലുകൾ. മൂടുപടത്തിൽ മറഞ്ഞ നിന്റെ കവിൾത്തടങ്ങൾ മാതളപ്പഴ പകുതി പോലെയാണ്. 60 രാജ്ഞിമാരും 80 ഉപനാരികളും എണ്ണമറ്റ കന്യകമാരുമുണ്ട്. എന്നാൽ എൻ്റെ മാടപ്രാവ് എൻ്റെ പൂർണ്ണമതി ഉരുവൾ മാത്രമാണ്. അമ്മയ്ക്ക് അവൾ ഒരു ഓമനയാണ്. ഉദരത്തിൽ വഹിച്ച അവൾ അവികലയാണ്. കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വിളിച്ചു. വല്യമ്മച്ചി, ഞാൻ കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാം. മോള് പോയിട്ട് വാ, ഞാനും ഒന്ന് കിടക്കട്ടെ. ശരി. പിശാചേ, സാത്താനെ, ഇറങ്ങിപ്പോ. ഈ വീടും നാടും വിട്ടിറങ്ങിപ്പോ. ഏത് ശവക്കല്ലറയിൽ നിന്നാണോ നീ എഴുന്നേറ്റ് വന്നതെന്ന് വെച്ചാൽ എത്രയും വേഗം നീ അവിടേക്ക് തന്നെ പോ. എഴുന്നേറ്റ് പോ. ഇല്ല, ഞാൻ പോവില്ല. നിന്നോട് കടന്നു പോവാനാ പറഞ്ഞത്. എന്നെ പറഞ്ഞേക്കാൻ നോക്കണ്ട, ഞാൻ പോവില്ല. ഇറങ്ങിപ്പോ സാത്താനെ. ഞാൻ പോവില്ല എന്നല്ലേ പറഞ്ഞത്. നിനക്കിനി അധിക സമയം ഇവിടെ നിൽക്കാൻ കഴിയില്ല. എത്രയും വേഗം ഇറങ്ങി പോകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നീ എന്നെ പുഴുങ്ങി തിന്നു. കർത്താവ് മരിക്കുമ്പോ ഇടവും വലവും 2 ശത്രുക്കളെ നിർത്തിയിരുന്നു. അതുപോലെ കുരിശിലെടുത്ത് നിർത്തും ഞാൻ 2 എണ്ണത്തിനെ.
പൊക്കോ എന്റെ മുമ്പിൽ നിന്ന്. 2 മന്ത്രവാദികൾ വന്നിരിക്കുന്നു. എന്താടാ ജോണിക്കുട്ടി, നിനക്ക് ഇപ്പോഴും നിന്റെ അമ്മയെ മനസ്സിലായിട്ടില്ലേ? ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ഇതെന്റെ അമ്മച്ചിയുടെ പ്രേതം. അതെടാ പ്രേത. നീ എന്നെ കുഴിയിൽ വെച്ച് മണ്ണ് വാരിയിട്ട് പിരിഞ്ഞതിൽ പിന്നെ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. എന്താ കൊച്ചൗസപ്പേ, എന്റെ ഓഫീസ് തൊട്ട് ഒപ്പം നിന്നതല്ലേ നീയെ? നീ പറഞ്ഞിട്ട് ആർക്കും വിശ്വാസം വരുന്നില്ലേ? കഷ്ടം. 2 വങ്കന്മാര് കുരിശും ചുമന്ന് വന്നിരിക്കുന്നു അമ്മച്ചിൽ നിന്ന് സാത്താനെ ഓടിക്കാൻ. ആദ്യം നിങ്ങൾ 2 പേരും നിങ്ങളുടെ ഉള്ളിലുള്ള പിശാചിനെ ആട്ടി ഓടിക്കും. അതിനുശേഷം വന്നാ മതി ഈ റാഹേലമ്മയുടെ അടുത്തേക്ക്. അമ്മച്ചി, അങ്ങനെ മര്യാദക്ക് വിളിക്ക്. എന്താടാ, എന്തിനാ അമ്മച്ചിയെ വിളിച്ച ജോണിക്കുട്ടി? ജോൺകുട്ടി ഇനി ഇവിടെ ശരിയാവില്ല. ജോൺകുട്ടി ഓടിക്കോ. കൊച്ചൗസപ്പേ അവിടെ നിൽക്കണോ? ജോണിക്കുട്ടി, ഓടിക്കോ. 2 പേരും കൂടി കുരിശം കാണിച്ച് എന്നെ പേടിപ്പിച്ച ഓടിക്കാൻ വന്നതാണല്ലേ? എന്നിട്ടിപ്പൊ നിങ്ങളാ പേടിച്ച് ഓടാൻ പോകുന്നത്. നിക്കട മോനെ, നിങ്ങളുടെ അമ്മച്ചിയുടെ പ്രേത ഈ പറയണത്. അവിടെ നിക്കട മോനെ. അയ്യോ,